ഗൈസ്, നാളെ ഞങ്ങളുടെ സ്കൂളിൽ ആർട്സ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ബാക്ക് പാക്കിങ് ചെയ്യാൻ പോവാണ്. നാളെ ഞങ്ങൾക്ക് പഠിത്തമൊന്നുമില്ല, ഡാൻസ് പ്രോഗ്രാമൊക്കെ ആയതുകൊണ്ട് പഠിത്തമൊന്നുമില്ല. അപ്പോൾ നമുക്കിന്ന് ബാക്ക് പാക്കിങ് ചെയ്യാം. ഇവിടെ കുറേ അധികം ബാഗ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു കുഞ്ഞു ബാഗാണ് എടുക്കുന്നത്. ഇതിലിപ്പോൾ എന്ത് കൊള്ളാനാണ് ഒക്കെ ചോദിക്കുന്നതിൽ ഞാൻ കാണിച്ചു തരാം. ഇതൊരു എൽസയുടെ ബാഗാണ്, ഒരു പോക്കറ്റ് ബാഗ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് കൊള്ളുന്നതെന്ന്. അപ്പോൾ ഗൈസ്, ഇതിൽ ഒരു ഡ്രോയേ വരുന്നുള്ളൂ, പക്ഷേ ഇതിൽ കുറേ അധികം സ്പേസ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒഴിവാക്കാം. ഇതിൻ്റെ അകത്താണ് വരുന്ന വേറൊരു ഡ്രോ. അപ്പോൾ നമുക്കെന്നാൽ പാക്കിങ് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാൻ വയ്ക്കുന്നത് ഒരു മിനി നോട്ട്ബുക്ക്, ജേർണലിംഗ് ബുക്കാണ് ഞാൻ വയ്ക്കുന്നത്. ഇതിൻ്റെ അകത്ത് ജേർണലൊന്നും ചെയ്യാനില്ല, ചുമ്മാ ഒരു രസത്തിന് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. ഇതാദ്യം നമുക്കിതൊന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കവറൊന്നും ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ വെക്കുന്നത് നേരത്തെ കണ്ട സെക്കൻഡ് റോയിലാണ് വെക്കുന്നത്. ആൻഡ് ഒരു പേനയും കൂടെ എടുക്കുന്നുണ്ട്. അതും ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഡ്രോയിങ് ഞാൻ ഫുഡ് ഐറ്റംസ് ഒക്കെ വയ്ക്കാൻ എടുക്കാൻ വേണ്ടി പോവാണ്. അത് ഏത് ഡ്രോയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ തൽക്കാലത്തിലേക്ക് ഈ ഒരു ഡ്രോ ഞാൻ വെറുതെ വിട്ടിട്ട് ഈ ഒരു ഡ്രോയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മാക്സിമം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ എടുത്ത ഡ്രോ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു നല്ല സ്പേസിൽ സ്നാക്സും വെള്ളമൊക്കെ വയ്ക്കും. ഈ ഒരു ഇത്രയും ചെറിയ ബാഗിൽ എവിടുന്നാണ് വെള്ളം കൊള്ളുന്നത്? അപ്പോൾ ശരിയാക്കി തരാം. ഇതാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇത് ഇവിടെ കൊള്ളൂ. അത് ഇതിൻ്റെ അകത്ത് തന്നെ സേഫായിട്ടിരിക്കും. ഈ സ്നാക്സും കൂടി വരുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.